നിങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന. ഒട്ടും സമയം കളയാതെ ദൈവം എനിക്ക് നൽകി തന്ന ദൂതിലേക്ക് കടക്കുകയാണ്. ഞാൻ എവിടെയും മെസ്സേജ് പറയാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് തന്നത് ഒട്ടും മറച്ചു വെക്കാതെ അത് വളരെ ശാന്തതയോടും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ എത്തത്തക്ക രീതിയിൽ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഒന്നും മറച്ചു വെക്കത്തില്ല. എല്ലാം ദൈവം പറഞ്ഞതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലുങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ദൈവം പറയുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഇരിക്കണം. ദാക്സ പീറ്റേഴ്സൺ നല്ല മെസ്സേജ് തരുന്നത്. പരിശുദ്ധാത്മാവ് എന്താണ് തരുന്നത്? ഞാൻ വെറും വെസല. ഹല്ലേലൂയ. ആകയാൽ വളരെ കാത്തിരിപ്പോടുകൂടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ തീമിൻ്റെ കുറിവാക്യമായി എടുത്തിരുന്നത് വചനം നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തു? എല്ലാവരും 120 പേർ കൂടി വന്നു. അവർ ഏക മനസ്സോടെ എന്ത് ചെയ്തു? കൂടി വന്നു. നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എന്നാൽ ദൈവാത്മാവ് എനിക്ക് തന്ന വാക്യം ഇതാണ്: വെൻ ദേ കെയിം വൺ അക്കോർഡ് വൺ സ്പിരിറ്റ് എന്ന ആഗ്രഹത്തോടെ കർത്താവ് കൊടുത്ത ഒരു വാക്കിൻ്റെ പിൻപിൽ അവർ 120 പേര് ഒരുമിച്ച് വന്നുകൂടി. എന്നെ ചിന്തിപ്പിച്ചത്, നമുക്കെല്ലാവർക്കും 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ സമയത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുക. അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നെ ദൈവാത്മാവ് ഈ വാക്യത്തിൽ പഠിപ്പിച്ചത്, ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്ന ദൂതിതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ 120 പേര് കൂടിയിരുന്ന ആ കൂടി വരവ് അവർക്ക് എളുപ്പമായിരുന്നോ കൂടി വരാൻ? അങ്ങനെ തോന്നുന്നവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? കാരണം ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു, അവരുടെ ഒപ്പം ഒന്ന് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ഭയങ്കര പ്രസംഗമാണ് പുള്ളിയുടെ. ആരാന്നറിയോ? പത്രോസ്. ഞാൻ പത്രോസിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടണം, യെരുശലേമിൽ നിന്ന് ഒരിടത്തും വാങ്ങി പോകരുത്, ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന കാര്യസ്ഥനെ എന്ത് ചെയ്യണം? പ്രാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പത്രോസ് ഭയങ്കര ഹാപ്പി ആയിരുന്നെന്ന്? നമുക്കങ്ങനെ തോന്നും അല്ലേ? എന്നാൽ ഞാൻ പറയാം, 2 കാരണമുണ്ട്. പറഞ്ഞത് എന്താണെന്ന് അറിയാം, നിങ്ങളെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യണം? കൂടണം. ഈ ഒരുമിച്ച് കൂടാൻ പറയുന്ന പത്രോസിന് ആരുടെയൊക്കെ കൂടെ ഇരിക്കണമെന്നറിയോ? ബാക്കി 10 ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കണം. അതിനകത്ത് 10 ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കണം. 2, അവരായിരിക്കുന്ന ഈ യെരുശലേമിൽ നിന്ന് വിട്ടുപോകരുതെന്ന് എടുത്തു പറയാൻ കാരണം, നമ്മളാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ നമുക്ക് ഏക ഹൃദയത്തോടെ അവരുടെ കൂടി ഇരിക്കാൻ പറ്റത്തില്ല. അതിന് കാരണമുണ്ട്. ഒന്നാമത്, അവരുടെ നേതാവായ യേശുവിനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. 2, കൂടെ നടന്ന ഒരാൾ എന്ത് ചെയ്തു? ഒറ്റിക്കൊടുത്തു. ആള് മരിച്ചു. നല്ല മരണമായിരുന്നോ? നല്ല ശവാടക്കായിരുന്നോ? അല്ല. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥന നടത്തിയ നാട്ടുകാരെന്ത് പറയും? പറ. ലീഡർ പോയി വലിയ അത്ഭുതം അടയാളമൊക്കെയാ കാണിച്ചത്. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന യൂദ നല്ല മരണമല്ല. അപ്പം ഒരുപാട് പരദൂഷണങ്ങളും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകളും നടക്കുന്നതിൻ്റെ ഇടയിലിരിക്കാൻ ആരോട് പറഞ്ഞത്? നമ്മളായിരുന്നെങ്കിൽ എവിടെ കൂടിയെന്നറിയോ? കർത്താവ് യെരുശലേം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആ സ്ഥലം ഇപ്പം പ്രാർത്ഥനയ്ക്ക് യോഗ്യമല്ല. നമുക്ക് വേറൊരു സ്ഥലം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവരെല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്ത് ഈ യെരുശലേമിൽ ഇവർ കൂടി വരിക്കുന്ന മാളിക മുറിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ചോദിക്കുക, എന്തോ പരിപാടി? അറിയില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? കാര്യസ്ഥന് വേണ്ടി. അപ്പോൾ ഒരുമിച്ചിരിക്കാൻ തയ്യാറാണോ? അതെ. ഞാനിപ്പോഴും ആ വീട്ടുകാരെ ഓർക്കും, ആ വീട് തുറന്നു കൊടുത്തവരുടെ. നമ്മുടെ വീട്ടിൽ 120 പേര് ഒരു മുറിയിലിരിക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. നമുക്ക് 3 ബാത്റൂം ഉണ്ടായിട്ടും തികയുന്നില്ല ഗസ്റ്റ് വീട്ടിൽ വരുമ്പം. അപ്പം ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഒരുമിച്ചിരുന്നത്? അതായത് ഓരോ സിറ്റുവേഷനും നമ്മൾ നോക്കിയാൽ ഓരോ സിറ്റുവേഷനും അവർക്ക് എന്തല്ല? അനുകൂലം അല്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും ചിന്തിച്ചത്, ദേ കെയിം വൺ അക്കോർഡ്, ഒരു മനസ്സോടെ വന്നു. ഞാനപ്പോൾ ചിന്തിച്ചു, ഇവർക്ക് ഒരു മനസ്സുണ്ടായിരുന്നോ? നമ്മൾ വായിക്കുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നേ? ഒരു മനസ്സുണ്ട്. ഞാൻ പത്രോസിനെ യോഹന്നാനെ മാത്രം നിങ്ങളുടെ മുമ്പിലൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. കാരണം ആ മനസ്സുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. നമ്മളിൽ എല്ലാവരിലും ഉണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി, തലമുറയുടെ വിഷയമായിക്കോട്ടെ, സഭയുടെ വിഷയമായിക്കോട്ടെ, വേണ്ട തലമുറ, നമ്മുടെ വീടെടുക്കാം. നമ്മൾ സ്ത്രീകളാണല്ലോ ഇവിടെ കൂടുതൽ. തലമുറയുടെ ഒരു വിഷയം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം, ഹസ്ബൻഡും ഭാര്യയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എത്ര പേരുടെ വീട്ടിലത് നടക്കുന്നുണ്ട്? എന്നിട്ട് നമുക്ക് പുറത്തേക്കുള്ള മിഷനിലേക്ക് പോകാം. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് തന്ന ദൂതിതാ, നമ്മുടെ വീട്ടിലാണ് ആദ്യത്തെ മിഷൻ. ദ മിഷൻ സ്റ്റാർട്ട്സ് ഇൻ യുവർ ഹോം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ മിഷൻ വീട്ടിൽ, പിന്നെ പുറത്ത്. ഇത് പലപ്പോഴും സംഭവിക്കും. നമ്മൾ പുറത്ത് ഭയങ്കര മിഷനാ, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇന്ന് തലമുറ സഭകളിലില്ല, ഭർത്താക്കന്മാർ വിശ്വാസത്തിലില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. ബട്ട് ദേ ആർ സോ കോൾഡ് ബിലീവേഴ്സ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ ഒരുമനപ്പെട്ട് വരേണ്ടതാരാ? ഭാര്യയും
ഭർത്താവും. പക്ഷെ അതിന് പറ്റുന്നില്ലെങ്കിൽ ഓർത്തോ, ഇന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടന്നിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ആ വണ്ണക്കോടിലേക്ക് വരണമെങ്കിൽ ഒരാൾ താന്നേ പറ്റൂ. അപ്പം ഞാനിത് പറഞ്ഞു വരുന്ന നിങ്ങൾക്കത് പറഞ്ഞ് ഞാൻ വചനത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പരിശുദ്ധാത്മാവിനെ വേണ്ടി കാത്തിരിക്കാൻ യേശു പറഞ്ഞപ്പോൾ ആദ്യം വേണ്ടത്, നമുക്ക് ഒരുമനപ്പെട്ട് വരാൻ വേണ്ടത്, ആദ്യം വേണ്ടത് ഒബീഡിയൻസാണ്. ഒബീഡിയൻസ് വരണമെങ്കിൽ അതിനു മുമ്പ് ഒരു സ്റ്റെപ്പ് നടക്കണം. ദാറ്റ് ഈസ് കോൾഡ് ലവ്. ഇവരെ ഒരുമിപ്പിച്ചത് എന്താണെന്നറിയോ? ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. കാരണം അവർക്ക് 10 പേര് നേരിട്ട് കണ്ടാൽ എന്ത് നടക്കുമെന്നറിയോ? പല കാര്യങ്ങളും അന്ന് അവിടെ ഡിസ്കഷനിൽ നടക്കണം. നമ്മുടെ വിചാരം യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ പത്രോസ് ഒറ്റിക്കൊടുക്കുന്നിടം വരെ നമുക്കൊരു ഇമേജ് ഇല്ലായിരുന്നു പത്രോസിനെ കുറിച്ച്. പക്ഷെ ഒറ്റിക്കൊടുത്തോടെ നമ്മുടെ ഇടയിലായിരുന്നെങ്കിൽ പത്രോസ് ഇപ്പം ഇവിടെ കയറി വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? നല്ലത് പറയും ഇല്ലേ? നല്ല കമൻറ്റ് പറയും. അപ്പം പത്രോസ് ഒരു മനസ്സോടെ ഇവരെല്ലാം വിളിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ ബാക്കി 10 പേരെന്ത് പറയും? പറഞ്ഞോ? എന്താ പറയുന്നേ? വേറെ യോഹന്നാൻ വിളിച്ചിരുന്നെങ്കിൽ നീ കൂടുതലൊന്നും പറയണ്ട. ഒരു വട്ടം 3 വട്ടം തള്ളി പറയും. ഒരു വട്ടമെങ്കിലും നിനക്ക് പറയാമായിരുന്നല്ലോ യേശുവിൻ്റെ ശിഷ്യനാ ഞാനെന്ന്. നീ പറഞ്ഞോ? എന്നിട്ട് ഇപ്പം വിളിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? ഒരുമനപ്പെട്ടിരുന്ന് നിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഇല്ല. അപ്പം യോഹന്നാൻ പറയുക, ഞാൻ വിളിക്കാം എന്നാ. ഞാൻ യേശുവിൻ്റെ മാർവോട് ചേർന്ന് കിടന്നാണ്. ഞാൻ വിളിച്ച ചിലപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഒരാൾ യോഹന്നാനെതിരെ എഴുന്നേക്കും. ആരാന്നറിയോ? പത്രോസ്. എന്താ കാര്യമെന്ന് പറയട്ടെ. പത്രോസ് പറയും, നിങ്ങളെല്ലാം ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാൻ എന്ത് ചെയ്തു? യേശുവിനെ ഞാൻ തള്ളിപ്പറയാൻ എന്നെ ഈ സാഹചര്യത്തിൽ കൊണ്ടാക്കിയ ആളാരാന്നറിയോ? ഉറക്കെ പറ. യോഹന്നാൻ. അതുകൊണ്ട് യോഹന്നാനുള്ള മീറ്റിങ്ങിന് ഞാനില്ല. രണ്ടാമത് ഒരു കാര്യം കൂടെ പത്രോസ് പറയും. യേശു നേരിട്ട് അധികാരം ഏൽപ്പിച്ചത് ആരെയാണെന്നറിയോ? ഒരു ലീഡർഷിപ്പ് എന്നെയാ. എന്നെ ഈ സാഹചര്യത്തിൽ കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ യോഹന്നാനാണെന്നുള്ളതിന്? ഡൗട്ടുണ്ടോ? നമുക്കൊന്ന് വായിക്കാം. പെട്ടെന്ന് എടുക്കണം, വചനം എടുക്കണം. ഞാൻ പെട്ടെന്ന് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് എടുത്ത്, യോഹന്നാൻ 18:16. ഞാൻ വായിക്കണ്ട, ഞാൻ പറയാം. അവിടെ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും യേശുവിനെ പിടിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോയപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? കൂടെ കയറി. കാരണം യോഹന്നാനെ അറിയാവുന്ന ആൾക്കാർ അവിടെ ഉള്ളവർ. യോഹന്നാൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ ഒപ്പം അകത്ത് കയറി. പക്ഷെ പത്രോസ് എവിടെ നിൽക്കുക? പടിപ്പുരയ്ക്ക് പുറത്ത്. അപ്പം യോഹന്നാൻ ഒരാളോട് പറയും, കയറ്റി വിട്ടേരെ, എൻ്റെ ആളാന്ന്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് അന്ന് പുറത്ത് നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? രക്ഷപ്പെട്ടേനെ ഇല്ലേ? അപ്പോൾ പത്രോസ് എന്ത് പറയും? യോഹന്നാനെ, നീ ഒന്നും പറയണ്ട, എന്നെ പെടുത്തിയതാരാ? അപ്പം ഒന്ന് ഓർത്ത് നോക്കണം. ഞാൻ പറയുന്നത്, നമ്മൾ വാക്യം വായിക്കും, യു ഹാവ് ടു കം ഇൻ വൺ യുണൈറ്റഡ് ഹാർട്ട് എന്ന്. പക്ഷേ വരാൻ പറ്റുമോ എന്ന് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ പറയാം, ഞാനും ഒരു സിസ്റ്ററും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പറയാം, ഓ അവരുടെ കൂടാണോ? എനിക്ക് അവരുടെ ഹിസ്റ്ററിയൊക്കെ അറിയാം. അപ്പോൾ വേറൊരാൾ പറയാം, എന്നാൽ അക്സയുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ആര് പറയും, അക്സയുടെ ഹിസ്റ്ററി എനിക്ക് ഇതാണ് നമ്മുടെ കുഴപ്പം. ഇതാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം? നമ്മുടെ വീട്ടിൽ തുടങ്ങാം. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വീട്ടിൽ മിഷൻ തുടങ്ങാം നമുക്ക്. ഇന്ന് തന്നെ പ്രിയ സിസ്റ്റർ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ കേട്ടോ, ഹസ്ബൻഡും വൈഫിൻ്റെ 2 ധ്രുവത്തിലാണ് അല്ലേ? എന്ന് വെച്ചാൽ എന്താ? ഒരാൾക്ക് മിഷൻസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം, ഒരാൾക്ക് അതിനോട് താല്പര്യമില്ല. മിക്ക കുടുംബങ്ങളിലും അങ്ങനല്ലേ? ഒരാൾ ആത്മീയത്തിൽ ഭയങ്കര തീവ്രതയാണ്, മറ്റേ ആളാരാ ശീതവാനെയും ഉഷ്ണവാനെയും കൂടെ ദൈവം ഒരുമിച്ച് കെട്ടിക്കത്തുള്ളതാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു നിഗമനം. കാരണം രണ്ടും ചൂടാണെങ്കിൽ എനിക്കിരുന്നു അത് നല്ലതായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, കുടുംബജീവിതത്തിൽ മിക്കതും എങ്ങനെയാ? ഭാര്യ ഭയങ്കര ആക്റ്റീവാണെങ്കിൽ ഭർത്താവ് ഇച്ചിരി താഴോട്ടാ. പക്ഷെ അച്ചായ നല്ല ആക്റ്റീവാണെങ്കിൽ ഭാര്യ അങ്ങനാ. പക്ഷേ ഇവിടെ ദൈവാത്മാ പറയുക, ഒരു വിഷയത്തിന് മറുപടി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വന്നാലേ പറ്റത്തുള്ളൂ. ബൈബിൾ ഒരു വാക്യമുണ്ട്, ഈ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും എന്ത് കിട്ടും? മറുപടി. ഈ 2 പേരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആരാന്നറിയോ? ഹസ്ബൻഡ് ആൻഡ് വൈഫാ. എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും അങ്ങനെ ഐക്യതയോടുകൂടെ വരാൻ പറ്റുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ കുഞ്ഞിനോ അല്ലെങ്കിൽ എനിക്കൊരു വിഷയം വന്നാൽ എൻ്റെ ഹസ്ബൻഡും ഞാനും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഹസ്ബൻഡ് തലയും ഞാൻ ശരീരവും. അപ്പോൾ ഈ തലയും ശരീരവും ഒരുമിച്ച് വന്നാൽ അവിടെ ഒരു പ്രവൃത്തി നടക്കത്തില്ലേ? ഇത് തല വേറെ ശരീരം വേറെ ആയിട്ട് നമ്മുടെ ഇപ്പോൾ ബോഡി തന്നെ വർക്ക് ചെയ്യുന്നു. ഇപ്പം ഞാൻ കയ്യിൽ മൈക്ക് പിടിച്ചിരിക്കുന്നു, എൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ബോഡിക്ക് ഇമ്പൾസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ എൻ്റെ കയ്യിൽ ഇതിരിക്കുന്നത്, ആണോ അല്ലയോ? അപ്പം തലയും ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിച്ചാൽ അവിടെ വെളിപ്പെടുന്നതാ യൂണിറ്റി. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഈ ലേഡീസ് മീറ്റിങ്ങിൽ ഇന്നലെ രാത്രിയിലും ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞേ, കുടുംബത്തിനകത്ത് ഐക്യത ഇല്ലാത്തവർ ഇതിനകത്ത് വന്നിരിപ്പുണ്ട്.
ഹസ്ബൻഡ് ഒരു വഴിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മളെ കണ്ട ആരും യൂണിറ്റിയിലൊന്നും പറയത്തില്ല. കാരണം ഒരുമിച്ചാ നടക്കുന്നത്, ഒരേ കാറയിലോ ഒരേ വീട്ടിലോ ഒരേ റൂമിലാ, പക്ഷെ ഹൃദയം കൊണ്ട് അകലത്തിലായിരിക്കുന്നത്. അപ്പം 2 ധ്രുവത്തിലിരിക്കുന്നവർ ഇവിടെ വന്നിരുന്ന് രാജ്യത്തിന് വേണ്ടി വലിയ മിഷൻ ചെയ്യാൻ വേണ്ടി വന്ന കർത്താവ് പ്രാർത്ഥന കേൾക്കുവോ? പക്ഷെ വീടിനകത്ത് പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിലേറ്റവും വലിയ വിഷയം മക്കളുടെ വിഷയം. ഞാനിത് തുറന്ന് പറയുന്നത്, എനിക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ കിട്ടുന്ന ഒരാളാണ്. പക്ഷെ എല്ലായിടത്തും ഞാൻ ചോദിക്കുമ്പോൾ അമ്മമാർ കരയുന്നുണ്ട്, അപ്പന്മാരെന്ത് ചെയ്യുന്നില്ല? കരയുന്നില്ല. അപ്പം അമ്മമാർക്ക് ഭയങ്കര ഭാരമാണ്, അമ്മമാർക്ക് ഭയങ്കര തീവ്രമായ വേദനയുണ്ട്, തലമുറകളുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ സിസ്റ്റർ, അത് നടക്കത്തില്ല. അപ്പോൾ പറ്റുന്ന എന്താണെന്ന് പറയുക, ഞാൻ ശ്രദ്ധിക്കുന്ന അടുത്ത പോയിന്റ്, പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് കുറേ കുറവങ്ങോട്ട് പറയും. മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നതെന്നറിയാൻ പിശാച് ഒരു പോയിന്റ് ഇട്ട് തരും. ഇത് പിന്നെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പറയുമ്പോൾ പിശാചിന് സന്തോഷമാണ്, കാരണം അവൻ്റെ വിത്താ അകത്ത് കിടക്കുന്നത്. പക്ഷെ ഇന്നത് നിർത്തിക്കോണം. ഇന്ന് പറയണം, ഓക്കെ സിസ്റ്ററെ, യെസ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഐക്യതയോടെ ഇരിക്കാനാണ് പറയുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? പക്ഷെ നമ്മൾ ഹസ്ബൻഡ് എടുക്കുക ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴത്തേന് ഹസ്ബൻഡ് എന്ത് പറയും? നിൻ്റെ കൂടെ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. ഇങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ ചോദിക്കണം, അച്ഛാ തുറന്നു പറയണം, ഇത്രയും നാളത്തെ എന്തുകൊണ്ട് എൻ്റെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് അതിനൊരു തീരുമാനം? കാരണം ഇനി ഇങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് എൻ്റെ വിഷയത്തിന് എന്ത് വേണം? വിടുതൽ വേണം. എൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ഇത് ആരുടെ വിഷയം കൂടാ? എൻ്റെ ഭർത്താവിൻ്റെ വിഷയം കൂടാ അല്ലേ? അത് എൻ്റെ നിൻ്റെ എന്ന് പറഞ്ഞ് വേർതിരിവുണ്ടോ? ഇല്ല. നമ്മൾ ഒരുമിച്ച് വരേണ്ട സമയമായത്. അതുകൊണ്ട് ഒരുമിച്ചിരുന്നേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയാം, എനിക്ക് ഇതിൻ്റെ ചില സ്വഭാവം ഇഷ്ടമില്ല. അപ്പം നമ്മൾ അങ്ങ് താഴണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ നമ്മൾ ന്യായീകരിക്കാനും അവിടെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഭാഗം ക്രമീകരിക്കാനും പോയാൽ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? മുട്ടനടിയായിട്ട് മാറും. പിന്നെ പ്രാർത്ഥന നടക്കത്തില്ല. പകരം യെസ്, ഞാൻ സമ്മതിക്കുക. ഇവിടെ ഞാൻ പറയാൻ കാരണം, പത്രോസിനും യോഹന്നാനും ഒരിക്കലും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. 2 പേർക്കും പറയാൻ ന്യായം. യോഹന്നാൻ പറയും, ഞാനാണ് യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന വ്യക്തി. പത്രോസ് പറയും, പക്ഷെ നിങ്ങളാ എന്നെ പെടുത്തിയത്. ഇങ്ങനെ പറയാൻ പോയി ഒത്തിരി കുറ്റങ്ങളും കുറവുകളും എന്തുണ്ട് ഓരോ ശിഷ്യനും പറയാനുണ്ട്. മറ്റു പേര് പറയും, നിങ്ങൾ 3 പേരും ഭയങ്കര കൂട്ടല്ലായിരുന്നോ? ഞങ്ങളെയൊക്കെ എപ്പോഴേ തഴഞ്ഞിട്ടേക്കുമായിരുന്നു ഇല്ലേ? നമ്മളായിരുന്നേ പറയില്ലേ? എപ്പോഴും യേശു വിളിച്ചുകൊണ്ട് പോയത് ആരൊക്കെയാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഉറപ്പായിട്ട് മറ്റുള്ളവർ പറയും, എന്നാൽ നിങ്ങൾ 3 പേരിരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഇതെന്തെങ്കിലും അവിടെ നടന്നവല്ലോ? ഇല്ല. അതിന് കാരണമാണ് ഞാൻ പറയാൻ വന്നത്. പത്രോസിനും യോഹന്നാനും വിഷമമുണ്ട്, ഭാരമുണ്ട്. ശരിയാ, പറയാൻ അവർക്ക് ഒത്തിരി ന്യായീകരണങ്ങൾ കാണും. എന്നാൽ അവർ നോക്കിയത് അവരിലേക്കല്ല, ക്രിസ്തുവിലേക്കാണ് നോക്കിയത്. അതായത് കുറ്റം പറയാൻ, ഐക്യമത്യപ്പെടാൻ പറ്റാത്ത നിലകളിലുള്ള 100 കാര്യങ്ങൾ പറയാൻ നമ്മുടെ കയ്യിൽ ലിസ്റ്റ് കാണും. എന്നാൽ നമ്മളെ ഇതാരാ ഏൽപ്പിച്ചെന്നൊന്ന് അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കുറവുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അതിനാധാരമായി ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വാക്യം വായിക്കാനാകും. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മിക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മിൽ തന്നെ എന്ത് ചെയ്യരുത്? പ്രസാദിക്കരുത്. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ചിന്ത, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും നമ്മൾ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ കിച്ചൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ചർച്ചിൻ്റെ ഓരോ കാര്യത്തിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മളിൽ പ്രസാദിച്ചങ്ങിരിക്കുക. എന്താണെന്ന് പറയും, ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റാണ്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നിലുണ്ടായിരുന്ന സ്വഭാവം കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്തോ പറഞ്ഞത്, അത് എൻ്റെ കുറ്റം പറഞ്ഞു തന്ന് എന്നെ എന്ത് നികത്തിയോണ്ടാണ് ഞാനിത് വന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും കഷ്ടപ്പെട്ടത്, ഞാനാണ് ഏറ്റവും ഇതിനു വേണ്ടി അധ്വാനിച്ചത്. മറ്റൊരാൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും. അപ്പം നമുക്കൊരു ശരിയായിരിക്കും, ചിലപ്പോൾ കാര്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടാവില്ല, 100% അത് കറക്റ്റാണേ. പക്ഷേ ക്ഷമിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സില്ല. സാരമില്ല സിസ്റ്റർ, ഈ പ്രാവശ്യം പറ്റിയില്ല, അടുത്ത പ്രാവശ്യം നമുക്കങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നമ്മളിത് 2 പേരോട് പറയും, എന്താ പറ്റുന്നറിയോ? എന്താ പറ്റുന്നത്? ആ സഹോദരൻ്റെ ആത്മീക ജീവിതത്തിന് ഞാൻ എന്താവുക? ഒരു തടസ്സമാവുക. ചിലപ്പോൾ നമ്മുടെ ആ ഒരു വാക്ക് മതി ആ വ്യക്തി ആത്മീയത്തിൽ നിന്ന്
പോകാൻ. നമ്മൾ പറയത്തില്ലേ, ചിലർക്ക് സ്ഥാനമായിരിക്കാം, ചിലർക്കൊരു നന്ദി വാക്കായിരിക്കാം. നന്ദി പറഞ്ഞപ്പോൾ എൻ്റെ പേരെടുത്ത്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മിൽ തന്നെ പ്രസാദിക്കുമ്പോഴാണ്, നമ്മളിൽ തന്നെ പ്രസാദം കിട്ടാനാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. നമ്മുടെ കർത്താവ് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്താണോ എന്നെ സ്നേഹിച്ചത്? ഞാൻ പലപ്പോഴും എന്നെ തന്നെ കർത്താവ്, ഈ അക്സ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ചാൽ അങ്ങക്ക് എന്ത് കിട്ടാനാ? ഒന്നും കൊടുക്കാനില്ല അക്സയ്ക്ക്. പക്ഷെ എന്തുവാ എന്നെ കണ്ടത്? കർത്താവ് പറയും, നീ എന്നെ എൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് എന്നെ ആരാധിക്കാനാ, എൻ്റെ കൂടെ ഇരിക്കാനാ. അതുമാത്രം കർത്താവ് പ്രതീക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളെ സ്നേഹിച്ച കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ, മറ്റൊരാളുടെ ആത്മീക വർധനവിന് വേണ്ടി എല്ലാം ചെയ്യുക. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇവർ കൂടി വന്നതിൻ്റെ ഒരേ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് യേശു പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഞങ്ങൾ ഇതുവരെ തന്നെ സഞ്ചരിച്ച്, ഇനിയുള്ള നാളുകളിൽ തന്നെ സഞ്ചരിച്ചാൽ ഞങ്ങൾ 11 പേരും എന്ത് ചെയ്യും? തല്ലിപ്പിരിയും. കാരണം ഞങ്ങൾക്ക് സകല സത്യത്തിൽ നടത്താനുള്ള ബുദ്ധി ഇല്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വന്ന എന്ത് കിട്ടും? എന്ത് കിട്ടും? ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും. കർത്താവ് ഞങ്ങളോട് ഓർമ്മിപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി അതർ തിങ്സ്. ഞാൻ മാതാക്കളോടൊരു കാര്യം പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രശ്നത്തിൽ കൂടെ പോകുമ്പം, ഞാൻ ഇത് പറയുന്നത് ഒരിക്കലും നിങ്ങളെ വിധിച്ചതുകൊണ്ടല്ല, ഞാനൊരമ്മയാണ്. ഞാൻ ഈ രാജ്യത്ത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് എനിക്കറിയാം. ഞാനതുകൊണ്ട് ആരെയും വിധിക്കത്തില്ല. പക്ഷേ ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് പറയുന്നത്. ഇത് ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടെ ഞാനിത് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന, ഇമോഷണലി ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം, ഏത് തരത്തിലുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നത്, അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. അതായത് ചിലരുണ്ട്, ഇറ്റ്സ് ഓക്കെ, ഹി വിൽ ബി ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ഷീ വിൽ ബി ഫൈൻ, ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, അപ്പം തന്നെ മുഴങ്കാലയിൽ ഇരുന്നോണം. ചിലർ വെയിറ്റ് ചെയ്യും, എല്ലാം ട്രൈ ചെയ്തിട്ട് അവസാനം കൈ വിട്ട് കഴിയുമ്പോൾ ആരെ വേണം? അങ്ങനല്ല. ഞാൻ നിങ്ങൾക്കൊരു ടൂള് പറഞ്ഞു തരാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം വേറിട്ട് ഉപവസിക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? ഉപവസിക്കാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഉപവാസം തുടങ്ങിക്കോണം. ഇനിയുള്ള തലമുറയെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ, ഇനിയുള്ള തലമുറയെ ആത്മീകത്തിൽ വളർത്തണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉപവസിക്കാൻ മടിയെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഉപവസിക്കാൻ പറ്റാത്തവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുക, ഉപവസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരെ എനിക്കറിയാം. പക്ഷേ അവർക്കൊരു വിഷയം വരുമ്പോൾ അവർ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഭക്ഷണം കഴിക്കത്തില്ല. കാരണം തലമുറ വിഷയത്തിലാണ്. ഞാൻ പലയിടത്തും ഈ അനുഭവസാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അമ്മ എന്നെ വിളിച്ച് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് പരിശുദ്ധാത്മ ശക്തമായിട്ട് എന്നോട് പറയാം, മാതാവിനോട് പറ 3 ദിവസം വേറിട്ടിരുന്ന തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, മോന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം 3 ദിവസം. ആൻറ്റി പറഞ്ഞു, മോളെ എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്നെടുക്കുന്ന ആളാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്നെടുക്കുന്ന ആൾ അമ്മ എടുക്കുന്നതെന്ന് കർത്താവിന് അറിയത്തില്ലേ? അറിയാം. പക്ഷെ എടുക്കാൻ പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്നാ? എന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷെ സംഭവിക്കും എന്നുള്ള തോട്ട് ആർക്കാ വരുന്നേ? നമുക്ക്. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ നമ്മുടെ സൃഷ്ടാവിനേക്കാൾ കൂടുതൽ നമ്മൾ ആർക്ക് വില കൊടുക്കുമെന്നറിയോ? നമ്മുടെ ഹെൽത്തിന് വില കൊടുക്കും. ആരാ പറഞ്ഞിരിക്കാൻ? സൃഷ്ടാവാ പറഞ്ഞിരിക്കാൻ. പിന്നെ അതിന് വരുന്ന കോംപ്ലിക്കേഷൻ എന്തെങ്കിലും വന്നാൽ ആരാ നോക്കേണ്ടത്? കർത്താവാ. പക്ഷേ എന്തോ പറ്റുന്ന വെച്ചപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, ഓക്കെ പ്രാർത്ഥിക്കാം. ഞാൻ വിട്ടു. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് വീണ്ടും പറയാം, മാതാവിരുന്ന് ബൂസ്റ്റ് പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ അല്പം മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു കോള് വരികയാണ്. അപ്പുറം ഭയങ്കര വലിയ വായിലൊരു കരച്ചിൽ കേൾക്കാം. എന്നോട് പറയാം, മോളെ എൻ്റെ കുഞ്ഞ് ICUയില്ല, വെന്റിലേറ്ററില്ല, പെട്ടെന്ന് പ്രാർത്ഥിക്കണം. 90% ഡോക്ടേഴ്സ് പറഞ്ഞ് കിട്ടത്തില്ലെന്നാ. ഒറ്റ മോനെയുള്ള അമ്മയ്ക്ക്. ഞാൻ ആൻറ്റിയോട്, എനിക്കപ്പോൾ ആളെ മനസ്സിലായില്ല. എന്നിട്ട് പറയും, മോളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ആൻറ്റി ഉപവസിച്ച് പ്രാർത്ഥിച്ചോ? മോളെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പറ്റത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, ഓക്കെ ആൻറ്റി മനസ്സിലായി. എന്നിട്ട് ഇപ്പോൾ ചോദിച്ചു, ഇപ്പോൾ എത്രാമത്തെ ദിവസം? 3-ാമത്തെ ദിവസം. ഞാൻ പറഞ്ഞു, ആൻറ്റി വല്ലതും കഴിച്ചോ? മോളെ 3 ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട്. അപ്പോൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവാത്മാവ് നിയോഗം തന്നപ്പോൾ ഇരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഫുഡ് കൊണ്ട് വെച്ചാൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഇരുന്നില്ല, ദൈവം എന്ത് ചെയ്യും? ഇരുത്തും. ഇത് ചിലരോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത. ഇതൊരു വാണിങ്ങാ. നമ്മുടെ സഭയുടെ ഉയർച്ചയ്ക്കും നമ്മുടെ തലമുറകളുടെ വിടുതലിനും കുടുംബജീവിതത്തിൻ്റെ വിടുതലിനും വേണ്ടി ഉപവാസവും പ്രാർത്ഥനയും പേഴ്സണലി ആവശ്യമാണ്. ഇവിടെ ഇവർ ഒന്നിച്ച് കൂടിയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഐക്യമെത്തിപ്പെടാൻ പറ്റാത്ത പല കാര്യങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഇവിടെ പറയുക, പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേര് ആ മാളിക മുറിയിൽ എങ്ങനെ വന്നു? ഒരേ മനസ്സിൽ വന്നു, ഒരേ വിഷന് വേണ്ടി വന്നു. എന്താണെന്നറിയോ?
കർത്താവാണ് അവരോട് ഇരിക്കാൻ പറഞ്ഞത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഫസ്റ്റ് തിങ് ദേ ഒബേഡ് ക്രൈസ്റ്റ് ബിക്കോസ് ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ്. മനസ്സിലാവുന്നുണ്ടോ? യേശു ഇവിടെ നിന്ന് പോയാലും ഇപ്പോഴും അവർ ആരെ അനുസരിക്കുന്നത്? അല്ലെങ്കിൽ ചിന്തിക്കോ, കർത്താവ് പോയി ഉയർത്തെഴുന്നേറ്റ് പോയി, ഇനിയിപ്പോൾ ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ചിന്ത വന്നോ? ഇല്ല. രണ്ടാമത് പറഞ്ഞിരിക്കും ദേ അണ്ടർസ്റ്റുഡ് ദെയർ കോളിംഗ്. അവരെ വിളിച്ചൊരു വിളിയുണ്ട് ഇല്ലേ? നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. പക്ഷെ അവർക്ക് കോളിംഗ് അറിയാം. പക്ഷെ ചെയ്യാൻ ഇപ്പോൾ യേശുവിൻ്റെ ആ ഒരു മരണം കൂടെ കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ അടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ യേശു ഇപ്പോൾ കൂടെ ഇല്ലാത്തൊരവസ്ഥ അവർക്ക് എന്ത് വരുത്തുന്നുണ്ട്? ഫിസിക്കലി ഉള്ള കർത്താവിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് വരുന്നുണ്ട്? ഇടയ്ക്ക് ടെൻഷൻ വരുന്നു. പുറത്തിറങ്ങിയ 100 ചോദ്യം ആൾക്കാരുടെ ഇല്ലേ? എന്നാൽ അതിൻ്റെ നടുവിൽ അവർക്കൊരു കാര്യം മനസ്സിലായി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പം കർത്താവ് പറയുന്നത് അനുസരിക്കുന്നതാ. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പറഞ്ഞിരിക്കുന്നത് ദേ വർ വില്ലിങ് ടു കം ടുഗെദർ. ഇപ്പം നമ്മളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, ഇപ്പോൾ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വിളിക്കുക, വാ ഒരുമിച്ച് വരാൻ പറയുമ്പം നമുക്ക് പറയാൻ 100 എക്സ്ക്യൂസസ് ഉണ്ട്. അത് ഏത് കാര്യവും അങ്ങനെ. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനകൾക്ക് ആൾക്കാർ കുറവാണ്. ചർച്ചിൽ ഏതൊരു മീറ്റിംഗ് രാത്രി വെച്ച് ഓൾ നൈറ്റ് പ്രെയർ, പാസ്റ്ററെ പറ്റത്തില്ല കേട്ടോ, ഓൾ നൈറ്റ് പ്രെയറിന് വരാൻ പറ്റത്തില്ല. പക്ഷേ ഓൾ നൈറ്റ് എനിക്ക് ഉറക്ക ക്ഷീണം വരും, നാളെ ജോലിയുള്ളതെന്ന് പറയും. പക്ഷേ അതേസമയം ഒരു ബർത്ത്ഡേ പാർട്ടിയോ കല്യാണമോ എത്ര മണിക്കൂറുകളേണേലും ആ വീട്ടിൽ സ്പെൻഡ് ചെയ്യും. 10 ആയാലൊന്നും കുഴപ്പമില്ല, എത്ര മണിക്കൂറുകളാണ് ഇരിക്കും. ആണോ അല്ലയോ എന്ന് അവനവനോട് ചോദ്യം. ഇത് കാണിക്കുന്ന എന്താ? നമ്മുടെ ഇൻട്രസ്റ്റിനെ കാണിക്കുക. എനിക്കെന്താ ഇഷ്ടം? എനിക്ക് ജഡത്തിൻ്റെ മോഹങ്ങളാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബർത്ത്ഡേ പാർട്ടികളും കല്യാണം ഇതിനോടൊക്കെ ഒരു താല്പര്യം കൂടും. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് എപ്പോഴും ഏതിനോടാ താല്പര്യം എന്നറിയോ? ഏതിനോടാ താല്പര്യം? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ താല്പര്യം പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ജാഗരിക്കുവാൻ, എണ്ണ നിറയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. ഞാൻ ആത്മീകയാണോ? നിങ്ങൾ ആരുമല്ല പറയേണ്ടത്, എനിക്ക് തന്നെ അറിയാം ഞാനാണോ എന്ന്. എങ്ങനെയാണെന്ന് അറിയുന്നതെന്നറിയോ? എനിക്ക് ഏതിനോട് ആദ്യത്തെ ഇഷ്ടം നോക്കിയാൽ മതി. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ നമുക്ക് ചർച്ചിൽ പോകാൻ അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച്, ഉപവാസ പ്രാർത്ഥനയുടെ കൂടെ എനിക്ക് വേറൊരു കാര്യത്തിനും കൂടെ ഒരു കോള് കിട്ടുമോ? അർത്ഥം മനസ്സിലായി? ഒരു ബേബി ഷവറോ ഒരു ബർത്ത്ഡേ പാർട്ടിയോ, എനിക്ക് ഏതിനോട് പോകാൻ ആദ്യം എൻ്റെ മനസ്സ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ ആത്മാവ് ജീവനോടെ ഇരിക്കുക, അതായത് ജീവനുള്ളവനാണോ എന്ന്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കും, they were humble and forgave each other. they were humbled എന്ന് വെച്ചാൽ എന്നാ? താഴ്മയുള്ള മനസ്സുള്ള ആൾക്കാരായിരുന്നു. പത്രോസ് എവിടെയെങ്കിലും പറഞ്ഞായിട്ട് കാണുന്നുണ്ടോ 120 പേര് കൂടിയിരുന്നപ്പോൾ ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ അനുസരിക്കാവുള്ളെന്ന്? ആണോ? പക്ഷെ പത്രോസ് ഒരു ലീഡർഷിപ്പ് എടുത്തല്ലേ. അടുത്തൊരു ശിഷ്യനെ കണ്ടുപിടിക്കാൻ 12ാമത്തെ ആളായിട്ട് അടുത്തയാളെ കണ്ടുപിടിക്കാൻ പത്രോസ് ഒരു കാര്യം എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഒപ്പോസിഷൻ വന്നോ? എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മിഷൻ ഒന്നായിരിക്കണം, നമ്മുടെ താല്പര്യം ഒന്നായിരിക്കണം. പക്ഷെ ഇതിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന ഒരു കാര്യമാണ് ഡിവിഷൻ. അതെവിടെ ആദ്യം ആരംഭിക്കുന്നതെന്നറിയാമോ? ഭവനത്തിൽ. ഇന്ന് ദൈവമക്കളോട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളോടും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂതിത, ദ യൂണിറ്റി ഷുഡ് സ്റ്റാർട്ട് ഇൻ അവർ ഹൗസ്. അടുത്ത തലമുറ കാണേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ യൂണിറ്റിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഒത്തിരി യൂത്തുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയുന്ന പല കുഞ്ഞുങ്ങളും എന്നോട് പറഞ്ഞ കാര്യം, ചേച്ചി അറിയാം യൂണിറ്റി വേണമെന്ന്, പക്ഷേ ഞങ്ങളുടെ വീട്ടിലില്ല, പപ്പായും മമ്മിയും തമ്മിൽ യൂണിറ്റി ഇല്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത് എന്താ? യൂണിറ്റി ഇല്ലാത്ത വീട്. അവർ ചെല്ലുന്നിടത്തും എന്ത് പറ്റുമെന്ന് പറയും, ഭിന്നത വരാൻ തുടങ്ങും. ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബജീവിതങ്ങളും, കുഞ്ഞുങ്ങൾ ഇന്ന് കുടുംബജീവിതങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നൊരു കാര്യം, അവരെന്താണ് അവരുടെ പേരൻസിൽ നിന്ന് കണ്ടത് അതെന്ത് ചെയ്യുക? ട്രാൻസ്ഫോം ചെയ്യുക. ഇന്ന് അതെല്ലാം ഇവിടെ ബ്രേക്ക് ആവണം കേട്ടോ. ഇന്ന് കുടുംബജീവിതങ്ങളിൽ നേരിടുന്ന യൂണിറ്റി ഇല്ലാത്ത ഡിവിഷൻസിൻ്റെ ആത്മാവിനെയൊക്കെ ഇന്ന് ബ്രേക്ക് ചെയ്യണം. ആരാ ഡിവൈഡ് ചെയ്യാൻ വരുന്നത്? ആരാ വരുന്നേ? അപ്പോൾ പിശാചിനെ വീട്ടിൽ അലൗ ചെയ്യാവും നമ്മൾ. അത് അലൗ ചെയ്യാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഐ ഹാവ് ടു ഹംബിൾ മൈസെൽഫ്. ഞാൻ ഹംബിൾ ചെയ്യണം. സഹോദരിമാരെ, നമുക്കൊന്ന് ഹംബിൾനെസ് വേണം ഇന്ന്. അങ്ങനെ പറ്റുന്നില്ലാത്തവർ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയും, കർത്താവേ എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഹംബിളായിട്ടിരിക്കാനുള്ള കൃപ തരണം. എനിക്കെവിടെയോ ഒരു പ്രൈഡ് വരുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തിയുടെ മേൽ എനിക്ക് എന്ത് തരണം? ജയം തരണം. എൻ്റെ ജഡമാണ് എന്നെ താഴ്മ ധരിക്കാൻ സമ്മതിക്കാത്ത കാര്യം. ജഡത്തെ എന്ത് ചെയ്യണം? ആത്മാവിനാൽ അതിനെന്താ ചെയ്യണ്ടേ?
ആത്മാവിൽ ആരാധിക്കണം, ആത്മാവി കൽപ്പിക്കണം. പിശാചിനോട് പറയണം, എൻ്റെ കുടുംബത്തിനകത്ത് നിന്നെ ഞാൻ എൻട്രി ചെയ്യിക്കത്തില്ല, നിന്റെ ഒരു ഫലവും ഈ വീടിനകത്ത് വേണ്ട. എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ദൈവമാണ് യുണൈറ്റ് ചെയ്തതെങ്കിൽ ഞങ്ങൾ ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കും, ഞങ്ങൾ ഐക്യതയോടുകൂടെ മുന്നേറും. ഞങ്ങളുടെ തലമുറകളെ, അടുത്ത ഈ ജനറേഷനെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വളർത്തുമെന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. ഇത് തലമുറകൾ നഷ്ടപ്പെട്ട്, കഴിഞ്ഞ ദിവസം പി സി നാക്കിൽ ഞാനിങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് കേട്ടു, ദ ജനറേഷൻ അറ്റ് ദ ഡോർ. ദാറ്റ് ഈസ് ട്രൂ. ഇന്ന് സഭകളിൽ നടക്കുന്നതാ. അടുത്ത തലമുറ സഭ വിട്ട് പോകുക. അതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ? ഡിവിഷൻ ഇൻ ദ ഹൗസ് ആൻഡ് ഡിവിഷൻ ഇൻ ദ ചേർച്ച്. തുറന്നു പറയുക, ഡിവിഷൻ ഇൻ ദ ഹൗസ് ആൻഡ് ഡിവിഷൻ ഇൻ ദ ചേർച്ച്. എവിടെ അവരത് കാണുന്നത്? സ്വന്തം വീട്ടിൽ കാണുക. സ്വന്തം വീട്ടിൽ ആരും താഴ്ന്നു കൊടുക്കാതെ കാണുമ്പോൾ ഈ തലമുറ ചെല്ലുന്നിടത്തും അവരെന്ത് ചെയ്യത്തില്ല, ആർക്കും താഴത്തില്ല. സോ ആരില്ല അത് തുടങ്ങേണ്ടത്? എന്നിൽ. ഇന്നെല്ലാവരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, ഈ ദൂതിൽ എന്നോടാ ഞാനാ താഴേണ്ടത്. ആരുടെ മുമ്പിൽ താഴണം? ആദ്യം ദൈവത്തിന് മുമ്പിൽ താഴണം. 2, എന്നെ ഏൽപ്പിച്ച കുടുംബജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി എവിടെയാണോ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ടത്, കർത്താവേ ഞാൻ വില്ലിങ്ങാ, കാരണം എനിക്ക് വേണ്ടത് എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, they were totally dedicated their time, effort and energy. ചിലപ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നമുക്കിരിക്കാനും പ്രാർത്ഥിക്കാനും ചിലപ്പോൾ നമ്മളൊന്ന് ലീവ് എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഓഫ് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ? വെക്കേഷനാ, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫ് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ? വെക്കേഷൻ എടുക്കാനാ. സിസ്റ്ററെ ഒന്ന് ഒരു ദിവസം ഒരു ലീവ് എടുത്തിരുന്ന് കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് ഓഫ് എടുക്കും? പ്രാർത്ഥിക്കാനൊക്കെ ഓഫ് എടുക്കാമെന്ന് പറഞ്ഞാൽ, അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന വെക്കേഷൻ എടുക്കരുതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ലിസൺ ചെയ്യണം. നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ദിവസത്തെ ഒരു ഓഫ്, നിങ്ങളത് സാക്രിഫിഷ്യൽ എന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ഓർക്ക് സിസ്റ്ററെ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഹസ്ബൻഡും ഭാര്യയും ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി യുണൈറ്റഡ് ആയിട്ടിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലുണ്ടല്ലോ. എൻ്റെ മമ്മി എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടും കുത്തുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിലിരിക്കാനും ഒരുമനപ്പെടാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ പിന്നീട് മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട അവസരങ്ങളും ഹല്ലേലൂയ ലജ്ജിക്കേണ്ട അവസരങ്ങളും നമ്മുടെ മുമ്പിൽ വന്നെന്നിരിക്കും. ആകയാൽ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഞാൻ ഈ മെസ്സേജ് പറയുന്നതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാ, യൂണിറ്റി ഷുഡ് ഹാപ്പൻ ഇൻ മീ. ഞാൻ ആദ്യം ആരുമായിട്ടാണ് യുണൈറ്റഡ് ആവേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരുമായിട്ടാ? ഹസ്ബൻഡ്. നെക്സ്റ്റ് ആരാന്നറിയോ? കുഞ്ഞുങ്ങൾ. അമ്മമാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ടീനേജ് പിള്ളേരുമായിട്ട് ചേരത്തില്ല, അല്ലേ? എന്തുകൊണ്ടാ? അവർ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വേറൊരു ധ്രുവത്തില്ല. ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയും. ഞാൻ പറയാം, ഞാൻ പിള്ളേരുമായിട്ട് കൊണ്ട് പല കുഞ്ഞുങ്ങളും പറയും, ചേച്ചി എനിക്ക് മമ്മിയോട് മിണ്ടാൻ പറ്റത്തില്ല, മമ്മിയോട് മിണ്ടിയാൽ എൻ്റെ കൺട്രോള്. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഏതൊരു കാര്യം സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് മുറി അടച്ചിരുന്ന് ആത്മാവി പ്രാർത്ഥിച്ചിട്ട് പറയാൻ പോയാൽ ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് ഓവർ. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഏതൊരു കാര്യം എനിക്കറിയാം, ചിലപ്പോൾ എൻ്റെ അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളോട് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഞാൻ അനുഭവിച്ചൊരു കാര്യം, എന്തിനാ ഹോളി സ്പിരിറ്റിനെ നമുക്ക് തന്നെന്നറിയോ? നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മുടെ കൂടെ നിന്ന്, നമ്മുടെ ബലഹീനതകളിൽ തുണ നിന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നവനാ നമ്മുടെ പരിശുദ്ധാത്മാവ്. നമ്മൾ ഈ ഞാൻ ഇപ്പോഴും പറയും, നമ്മുടെ പെന്തക്കോസ് ഇന്ന് വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് പാട്ട് പാടിക്കഴിഞ്ഞ അവസാനം അന്യഭാഷ. അതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ, അല്ലേ? നമ്മുടെ ഒപ്പം ഇരിക്കുന്നതാ പരിശുദ്ധാത്മാവ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഏതൊരു കാര്യം സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? എനിക്കറിയാം എങ്ങനെ ആ വ്യക്തിയോട് സംസാരിക്കണോ, എനിക്കറിയാം അച്ചായനോട് എങ്ങനെ ആ കാര്യം പറഞ്ഞ് മയപ്പെടുത്തണോ. ഒന്ന് ചെന്ന് നോക്കി, അങ്ങനെ എന്താ പറ്റുന്നത്? ലാസ്റ്റ് വഴക്ക് പിടിച്ച് വരും. എന്നാൽ ആ സമയം അല്പനേരം മുറിക്കുള്ളിലിരുന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ ഒപ്പം ഈ വിഷയത്തെ എൻ്റെ കൂടെ ഒന്ന് വരണം. ഈ വിഷയത്തിൻ്റെ മേൽ ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ അങ്ങ് എൻ്റെ കൂടെ ഇരുന്ന് ഈ വിഷയത്തെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ടീനേജ് മക്കളോട് സംസാരിക്കും. ഞാൻ പറയാം, യു വിൽ സ്റ്റാർട്ട് സീയിങ് മിറക്കിൾസ് ഇൻ യുവർ ചിൽഡ്രൻസ് ലൈഫ്. അത് നിങ്ങൾക്കൊരു ഉപദേശം കൊടുക്കാനാണെങ്കിലും ആത്മാവി പ്രാർത്ഥിച്ചിട്ടൊന്ന് ചെന്ന് പറഞ്ഞു നോക്കിക്കേ, വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, they were considering each other, respecting not by words but they really mean it. ഞാൻ ഈ സദസ്സിനോട് കൈകൂപ്പി ഒരു കാര്യം പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പാസ്റ്ററുടെ മോളാണ്. ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസിലാണ്.
പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാജഭാവമുള്ള ആർക്കാണെന്നറിയോ? ആർക്കാ? നമ്മക്കാ. എനിക്കുണ്ടായിരുന്നു. എന്താ വ്യാജഭാവം എന്നറിയാമോ? എന്താ വ്യാജഭാവം? ഉദാഹരണം കേട്ടോ, ഇപ്പം ഞാൻ രമ്യ ഒരുമിച്ചായിരുന്നു ഒരു മുറിയിൽ. അപ്പോൾ എനിക്കറിയാം രമ്യ പിണങ്ങത്തില്ലെന്നറിയാം. ഇപ്പം ഞങ്ങൾ ഇത്രയും നാളെ ഉദാഹരണം പറയാം, ഞാൻ രമ്യയും നല്ല പരിചയമാണ്. പക്ഷെ എനിക്ക് രമ്യ ഉള്ളുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ രമ്യയെ കാണുമ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ ബാഹ്യ പ്രകടനങ്ങളും, അയ്യോ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, സ്തോത്രം കൊടുക്കുന്നു, അങ്ങോട്ട് ചെല്ലുന്നു, ഹഗ് ചെയ്യുന്നു, പിന്നെ പറയുന്ന ഓരോ വാക്കുകളും ഒക്കെ ശരിക്കും എന്താണെന്നറിയോ? എനിക്കൊരാളെ ഇഷ്ടമല്ല, ബട്ട് എല്ലാം പുറമേ കാണിക്കുന്നതിനെ ദൈവം വിളിക്കുന്ന പേരെന്താ? ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് പ്രത്യേകിച്ച്. ചിലർ ഇഷ്ടക്കേട് മുഖത്ത് കാണിക്കും, ചിലരെന്ത് ചെയ്യും? വാക്കുകളിൽ കാണിക്കും, ചിലർ ഇത് രണ്ടും കാണിക്കത്തില്ല. പക്ഷെ നല്ലവരാ. പക്ഷേ ഇപ്പം ആ വ്യക്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി പറയും, ഓ ഞാൻ അവിടോട്ടാണെങ്കിൽ ഞാൻ ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ലെന്ന് പറയും. പക്ഷെ നമ്മൾ നമ്മൾ ആ ന്യൂട്രൽ ഫോമിൽ പോകുന്ന. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 51-ാം സങ്കീർത്തനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഞാൻ എവിടെ പോകുമ്പോഴും ഈ വാക്യം പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. എന്താ കാര്യം എന്നറിയോ? നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ? കോൺഫറൻസ് നടത്തി, അല്ലെങ്കിൽ നമ്മൾ കോൺഫറൻസിന് വന്നു, പങ്കെടുത്തു, നമ്മൾ ആരാധിച്ചു, നമ്മൾ പാട്ടുപാടി, നമ്മൾ പ്രസംഗിച്ചു, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇതാ ദൈവം പ്രസാദിക്കുന്നതെന്നല്ലേ? ആണോ? ഇതല്ല. ഞാൻ എന്ത് ചെയ്താലും ദൈവം എൻ്റെ ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ പ്രസംഗിക്കുക, എൻ്റെ പ്രസംഗത്തിൻ്റെ വാക്കിൻ്റെ പെരുപ്പോ അല്ല കർത്താവ് നോക്കുന്നത്. ഈ പ്രസംഗം കൊണ്ട് എത്ര പേര് ഇവിടെ ആത്മാവിലായെന്നല്ല കർത്താവ് നോക്കുന്നത്. ആ കർത്താവ് ഇപ്പോൾ നോക്കുന്ന എൻ്റെ മെസ്സേജിനെയല്ല, അക്സയാണ് നോക്കുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ പേഴ്സണൽ ഇൻറ്റൻഷൻ കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഇൻറ്റൻഷൻ ഫെയിം ആണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ഇൻറ്റൻഷൻ കയ്യടിയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ഇൻറ്റൻഷൻ മറ്റെന്തെങ്കിലും ആണ്, എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളോ കാര്യങ്ങളോ ആണെങ്കിൽ എൻ്റെ പ്രസംഗം ഒരിക്കലും എന്തല്ല, ദൈവത്തിന് പ്രസാദം. പക്ഷേ ഒരു പ്രസംഗം കഴിഞ്ഞു. പക്ഷേ കർത്താവ് കണക്ക് ചോദിക്കുന്നൊരു ദിവസം വരുന്നുണ്ട് എൻ്റെ മുമ്പിൽ. അന്ന് എന്നെ എന്ത് ചെയ്യും? വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മോളെ നീ കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഇതിൻ്റെ എല്ലാം ബിഹൈൻഡ് ദ സീൻസ് ഞാൻ നിന്നെ ഒന്ന് കാണിക്കാൻ പോവാ. ആർക്കും അറിയത്തില്ലായിരുന്നു നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആയിരുന്നു ചിന്തകളെന്ന്. എന്നാൽ ഞാനൊന്ന് കാണിക്കാം. ഒന്ന് ഓർത്ത് നോക്കിയ ആ ദിവസം ഞാൻ പാടിയതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിച്ചതിൻ്റെ, ആരാധിച്ചതിൻ്റെ, ചർച്ചിൽ കൈ എടുത്തതിൻ്റെ, ദശാംശം കൊടുത്തതിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് എൻ്റെ പേര് വരണം. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലയറയിൽ എൻ്റെ പേര് വരണം, പാട്ടുപുസ്തകത്തെ ഞാൻ ഇത്ര കൊടുത്തെന്ന് പേര്. ഇൻറ്റൻഷനാണ് കർത്താവ് നോക്കുന്നേ. ഈ ഇൻറ്റൻഷൻ ഇല്ലാത്തവരെ നമുക്ക് കണ്ടറിയാം. എന്താണെന്നറിയോ? അവരൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പേരില്ലേ, സാരമില്ലെന്നേ, ഓ അതിനകത്തൊന്നും ഒരു റിയലി റിമെയിൻ ഇറ്റ് ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയി സംസാരിക്കത്തില്ല കേട്ടോ. ചിലരങ്ങനെ അതാ പറയാം, വ്യാജഭാവം. മുമ്പിൽ പറയും ഒരു കുഴപ്പവും, പക്ഷെ പുറകെ വേറെ ആൾക്കാരെ പറഞ്ഞും വിടും. അങ്ങനെ ചെയ്യുന്നതല്ല, ഇതാണ് വ്യാജഭാവം. ഞാൻ പറയില്ല, വ്യാജഭാവം നമ്മളിലുണ്ട്. അതാണ് 1 പത്രോസ് 2:1-2 പറയുന്നത്, ആകയാൽ നിങ്ങളിലെ ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ എല്ലാ നുണയും നീക്കിക്കളയണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയാമോ? ഇന്ന് സിസ്റ്റർ പറഞ്ഞു, പേർ വിളിക്കുന്നത് നേരത്തെ പേര് അവിടെ കാണത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാഹ്യപ്രകടനങ്ങൾ കാരണമാണ് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നെങ്കിൽ എത്രയോ പേര് സ്വർഗത്തിൽ പോകണമെന്നറിയോ? നമ്മളെക്കാൾ ഭക്തിയുണ്ട് കത്തോലിക്കർക്ക്, അല്ലേ? മതഭക്തി. അങ്ങനെയാണ് അവർ പോകണം. പക്ഷെ കർത്താവ് മതഭക്തിയാണോ നോക്കുന്നേ? ഇന്ന് പെന്തുക്കോസ്ത് ഒരു മതമായിക്കൊണ്ടിരിക്കുക, റിലീജിയസ് അല്ലേ? നമ്മൾ നോക്കിയാൽ അജണ്ടകൾ ഒരു മതത്തിൻ്റെ രീതിയിലായിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ കാണുന്ന പലതും സത്യം വിട്ടുപോകുന്ന ഒരു ജനറേഷനെ കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലെങ്കിൽ ഐക്യതയില്ലാതെ, സ്നേഹമില്ലാതെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനറേഷൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ജനറേഷനാ, ഹൃദയത്തിൽ കപടതയില്ലാത്ത ജനറേഷനാ. എത്ര മാതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ അത് എൻ്റെ വീട്ടിൽ ആ ജനറേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആ ജനറേഷനിലാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വചനം വായിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്തൊരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-7 ഒക്കെ, 5, 6, 7 ഗിരിപ്രഭാഷണമൊക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം, കർത്താവ് എപ്പോഴും തൻ്റെ ശിഷ്യന്മാരോടും ജനത്തോടും വചനം പറയും, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഈ കപടഭക്തി ആവരുതെന്ന് പറയാൻ കാരണം എന്താ? ഈ യൂണിറ്റി ഇല്ലാതെ വരുത്തുന്ന ആളുടെ പേരാണ് കപടഭക്തിക്കാരൻ, കപടഭക്തിക്കാർ. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ വരും. എന്താന്ന് മനസ്സിലായോ?
യഥാർത്ഥ ദൈവഭയവും ദൈവഭക്തിയും, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവർ ഒരിക്കലും ഒന്നും ഡിവൈഡ് ചെയ്യാൻ നോക്കത്തില്ല. വീട് ഡിവൈഡ് ചെയ്യാൻ നോക്കുവോ? സഹോദരങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നോക്കുവോ? ഇല്ല. എന്താ ചെയ്യുന്നത്? സമാധാനം ഉണ്ടാക്കാൻ നോക്കും. ഞാൻ ഇച്ചിരി വേദനിച്ചാലും കുഴപ്പമില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല, കാരണം ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, മോളെ നീ ഒന്ന് താന്നു കൊടുത്തേര്, നീ ഒന്നും പ്രതികരിക്കണ്ട, നീ താന്നു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരുടെ ജഡമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പം ജഡം എന്ത് പറയും? നീ ആരാന്ന് തെളിയിച്ചു കൊടുക്കും, നീ രണ്ടെണ്ണം അങ്ങോട്ട് പറയാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിനോട് പറയും, കുറേ നേരം അടങ്ങിയിരിക്കും, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പ്രതികരിക്കാൻ പോവാന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെ മിണ്ടുവോ? പക്ഷേ ഈ ജഡത്താൽ പലത് ചെയ്തിട്ട് ചർച്ചിൽ വന്നിരുന്ന് ആരാധിക്കുന്ന ആരാധന കർത്താവ് പ്രസാദിക്കുമോ? ഇല്ല. തുറന്ന് ഞാൻ പറയുകയാ, ജഡം ചെയ്യുന്നതല്ല യഥാർത്ഥ ആരാധന. ആത്മാവിനാൽ നമ്മൾ ആരാധിക്കണം, യൂണിറ്റിയിൽ ആരാധിക്കണം. ഇന്നലെ ആ ദേവദാസൻ ലാസ്റ്റ് ആ മെസ്സേജ് പറഞ്ഞപ്പോൾ അതേ വചനം തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട വചനം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മൾ ഇന്നലെ വായിച്ച ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് അവിടെയും പറയുന്ന ഇങ്ങനെ, വർക്കിംഗ് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. വി ഷുഡ് നോട്ട് ബി സെൽഫിഷ്, റൈറ്റ്? ഇന്നലെ ദേവദാസൻ പറഞ്ഞുകൊണ്ട് ഞാൻ തൊട്ടു പോകാം. നമ്മൾ സെൽഫിഷ് ആവരുത്, നമ്മൾ ഹംബിൾ ആയിരിക്കണം. ആൻഡ് ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, നമ്മൾ ആരെ പോലെ ആകണമെന്നാണ് പറഞ്ഞത്? ക്രിസ്തുവിനെ പോലെ, അല്ലേ? എന്തുവാ? എൻ്റെ പേഴ്സണൽ ഇൻറ്റൻഷൻസ് എല്ലാം ഞാൻ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. അതൊരു സാക്രിഫൈസാ. നമ്മൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ട് എന്തല്ല? ഫാസ്റ്റിങ്ങും എന്തുവാ? ആക്ച്വലി നമുക്കിഷ്ടമുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. അപ്പം ചിലത് ഇഷ്ടമാണ്, പക്ഷെ കർത്താവിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുക. അല്ലെ? എങ്ങനെയാണെന്നറിയോ? കേൾക്കണേ, എങ്ങനെയാ മാറ്റി വെക്കേണ്ടത്? സന്തോഷത്തോടെ, പിറുവിറുപ്പോടല്ല. അതിന് പെട്ടെന്ന് സഹോദരിമാർക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് ഞാൻ ഉദാഹരണം പറയാം. എല്ലാ കാര്യവും പരിശുദ്ധാത്മാവിനനുസരിച്ച് ചെയ്യാൻ. നമ്മുടെ കല്യാണങ്ങളുടെ ആദ്യ നാളുകൾ നിങ്ങളൊന്ന് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ചായന് വേണ്ടി എല്ലാം ചെയ്തത് എങ്ങനെയാ? ഉറക്കെ പറ. ഓർക്കുന്നില്ലേ ആദ്യ നാളുകൾ ഓർക്കുകൾ എല്ലാ ആൻറ്റിമാരും ഒന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു? സന്തോഷത്തോടെ. ഞാൻ എപ്പോഴും പറയും, ഞാൻ കോട്ടയത്ത് വരുമ്പോൾ നല്ല എരിവുള്ള നല്ല മീൻകറിയൊക്കെ കൂട്ടി വന്നയാൾ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും എരിവ് കൂട്ടത്തില്ല. പക്ഷേ എരിവില്ലാത്തയും പുളിയില്ലാത്തയും മീൻകറി കഴിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആദ്യ നാളുകളിൽ അച്ചാച്ചന് വേണ്ടി സന്തോഷത്തോടെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? മമ്മി ചോദിക്കും, നിനക്ക് ഇച്ചിരി എരിവുള്ള മീൻകറി അല്ലേ ഇഷ്ടം? ഓ, എൻ്റെ അച്ചാച്ചൻ അതാ ഇഷ്ടം. അങ്ങനല്ലേ? അപ്പം അതെന്തല്ല? ഭാരമല്ല. പക്ഷെ ഒരു 10 വർഷം കഴിയുമ്പം ഇതേ ആളോടൊന്ന് ചോദിച്ചു നോക്കി, എന്തോ പറയാനാ നീ, പുള്ളിക്കാണ് എരിവും പുളിയൊന്നും. അപ്പോഴത്തെ ടോൺ മാറിയത് കണ്ടോ? അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം തന്നെ ആദ്യ സ്നേഹം ഇതുപോലെ. കർത്താവിന് വേണ്ടി ആദ്യകാലത്ത് ഇറങ്ങി തിരിച്ചവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ആദ്യകാലത്ത് വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ വേണ്ട, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് വീടിനകത്തും പുറത്തും സഭയിലും ദൈവദാസന്മാരിൽ കൂടെ ദൈവദാസിക്കൂടെ അല്ലാതെ അത് അരുതെന്ന് പറയുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തായാലും അതിപ്പോൾ തന്നെ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇഷ്ടമാണ്. സോ ഐ ഗൈഡ് മൈ സ്പിരിച്വൽ ലൈഫ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തീരുമാനിക്കും എങ്ങനെ ഒരു ആത്മീക ജീവിതം നയിക്കണമെന്ന്. അതാണോ ആത്മീക ജീവിതം? അല്ല. യഥാർത്ഥ ആത്മീകനെ നയിക്കുന്ന എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവാ. അവരെല്ലാവരും സംസാരിക്കുന്ന പോലെ സംസാരിക്കത്തില്ല. അവരുടെ വായിൽ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അരുതാത്തതൊന്നും വരത്തില്ല. അവർ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എതിരെ ഏഷണി പറയത്തില്ല. ദൈവമക്കളെ, ഇന്ന് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ദൈവസഭയ്ക്കുള്ളിലാ, വീടുകളിൽ നടക്കുന്നുണ്ട്. നമ്മളെന്തോ കൊലപാതകം എന്ന് പറഞ്ഞ് കാണുന്നത് എന്തുവാ? കില്ലിങ്. ഒരാളെ ചെന്ന് കത്തി വെച്ച് കുത്തുക, അല്ലേ? എല്ലാവരും ഒന്ന് വായിച്ചേ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് എടുത്തേ. അവിടെ പറഞ്ഞിരിക്കുന്നൊരു ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നെന്നോട് ഈ വചനത്തിൽ പറഞ്ഞപ്പോൾ യൂണിറ്റി വരാതിരിക്കാനുള്ള ഒരു കാരണം എന്നാണെന്നറിയോ? പരസ്പരം കൊന്നോണ്ടിരിക്കുക. വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? റിലേഷൻഷിപ്സിൽ ഒത്തിരി കുത്തൽ വരിക. മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താം. പക്ഷെ സംഭവിക്കുന്ന ഇതിനകത്ത് ചിലരുടെയൊക്കെ ജീവിതം പൊലിഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെസ്, അവിടെ പറഞ്ഞിരിക്കുന്നു whoever hate his brother. ഞാൻ ഈ പകയ്ക്കാന്നൊക്കെ മലയാളത്തിൽ വായിക്കുമ്പോൾ എളുപ്പമായിരുന്നു. എനിക്ക് പകയൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ പറയുക
ഹെയ്റ്റ്. അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലായി. എനിക്കുണ്ടായിരുന്നു ഹെയ്റ്റ് ഒത്തിരി പേരോട്. പക്ഷേ എന്നോട് ഒരു ദിവസം പരിശുദ്ധാത്മാ പറയും, നീ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ടെന്ന്. ഈ കൊല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, കർത്താവേ, ഞാൻ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാം, ശരിയാ, നീ ഉറുമ്പിനെ കൊന്നിട്ടില്ല, പക്ഷെ ഒത്തിരി പേരെ നീ എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ വാക്കുകൊണ്ടും നിന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി പേരുടെ കൊല നടന്നു കഴിഞ്ഞു. ഞാനൊന്ന് വിശദീകരിക്കാൻ പോവാ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോണം ദൈവസഭയും ദൈവജനവും. എന്താ കുലപാതകം എന്നറിയാമോ? ഹൂവർ ഹേറ്റ്. എനിക്ക് കൈ കൊടുക്കാൻ പറ്റും, ഒരേ അടുത്തടുത്തിരുന്ന് ആരാധിക്കാൻ പറ്റും, ഒരേ കാറിൽ സഞ്ചരിക്കാൻ പറ്റും, സ്തോത്രം പറയാൻ പറ്റും, പക്ഷെ ഹൃദയത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയോട് എനിക്ക് പകയുണ്ടെങ്കിൽ ദൈവം പറയാം, നീ ഹൃദയത്തിൽ ആ വ്യക്തിയെ കൊന്നു കഴിഞ്ഞു. ചിലരുണ്ട്, മറ്റൊരാൾക്ക് ഒരു പകയുള്ള വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് പകയുണ്ടോയെന്ന് അറിയാൻ ഒറ്റ ജസ്റ്റ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ട്, അമ്മയമ്മയോടോ നാത്തൂനോടോ സഭയിലുള്ള ആരോടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പക, സിസ്റ്റർ പകയല്ല, ഒരു ഇഷ്ടക്കേടേ ഉള്ളൂ. ഇഷ്ടക്കേടാണെങ്കിൽ ഇച്ചിരി കൂടെ രക്ഷപ്പെടും. പകയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിച്ചാൽ അത് കിട്ടേണ്ടതായിരുന്നു പുള്ളിക്ക്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഓർത്തോ, പകയാ. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വീട്ടാൻ പറ്റിയില്ല, മറ്റാരോ അത് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? സന്തോഷം. അതായത് ആ വ്യക്തിയുടെ വീഴ്ച നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ദൂത് മനസ്സിലാവുന്നുണ്ടോ? ആ വ്യക്തിയുടെ വീഴ്ച നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാ പറയാ, കൊല നടന്നു കഴിഞ്ഞു. ഇവിടെ പറയുകയാ, ആരെങ്കിലും തൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ സഹോദരി, ദൈവദാസനാവാം, മക്കളാവാം, അമ്മായിമ്മയാകാം, അമ്മായപ്പനാകാം, പാസ്റ്ററാകാം, സെൻട്രൽ പാസ്റ്ററാകാം, ആരുമാകാം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പകയുണ്ടെങ്കിൽ ഓർത്തോ, എന്ത് ചെയ്തിട്ടിരിക്കുക? കൊല നടത്തിയിട്ടിരിക്കുക. അപ്പം എന്നെ ദൈവം വിളിക്കുന്ന എന്തായിരിക്കും? മോളി ഇരുന്ന് ഞാനിവിടെ നിന്ന് ആരാധിക്കുമ്പോൾ എന്നെ എൻ്റെ കർത്താവ് വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേരെന്താണെന്നറിയോ? എൻ്റെ മോളെ, പ്രിയ മോളേന്നാ. പക്ഷെ കർത്താവ് മേളിയിരുന്ന് എന്തായിരിക്കും എന്നെ വിളിക്കുന്നത്? ദാണ്ടിരുന്ന് ആരാധിക്കുന്നു കൊലപാതകി. ദൂത് മനസ്സിലാവുന്നുണ്ടോ ഹൃദയങ്ങളിലേക്ക്? ഇന്ന് ക്ഷമ പറയേണ്ടവർ ക്ഷമ പറഞ്ഞോണം കേട്ടോ ദൈവസന്നിധിയിലും. എനിക്ക് പ്രിയ സിസ്റ്ററുടെ ടെസ്റ്റിമണി ഒത്തിരി എന്നെ ടച്ച് ചെയ്തു. ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു മാനസാന്തരത്തിൻ്റെ ദിവസം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് എന്നെ മാനസാന്തരപ്പെടുത്തിയ വാക്യം നിങ്ങളുടെ മുമ്പ് ഞാൻ വായിച്ചത് 1 പത്രോസ് 2:1-2 ആകയാൽ നിന്നിലെ ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ നീക്കണോന്ന്. നമ്മളിൽ ഇല്ലെന്ന് ഓർത്ത് നമ്മളിരിക്കുന്നതിൻ്റെ കാരണം എന്നറിയോ? നമുക്കൊണ്ടൊരു ചെക്ക് ലിസ്റ്റ്, ഒരു ആത്മീയന് കൊടുക്കുന്ന വില. നമ്മളൊരാളെ ആത്മീകരെന്ന് പറയുന്നത് എന്താ? അവരുടെ പാട്ട് കേട്ടു, അവരുടെ പ്രസംഗം കേട്ടുവാ. എന്നാൽ ഞാൻ ഇന്നൊരു സത്യം വിളിച്ച് പറയാം, ഒരാൾ ആത്മീകനാവുന്നത് അവരുടെ പാട്ടിലല്ല, ഒരാൾ ആത്മീകരാകുന്നത് അവരുടെ പ്രസംഗത്തിലല്ല, ഒരാൾ ആത്മീകരാകുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്, പരിശുദ്ധാത്മാ ദൈവം വെറുക്കുന്നതിനെ വെറുക്കുകയും ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇത് പിശാച് വെറുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബിവെയർ, യു ആർ അവേ ഫ്രം ഗാഡ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ടൈം കഴിഞ്ഞു. ഒരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞ് ഇത് കൺക്ലൂഡ് ചെയ്യുക. സഭ മടങ്ങി വരണം. എന്തിലേക്കെന്നറിയോ? ക്രിസ്തുവിലേക്ക്, ഐക്യതയിലേക്ക്, സ്നേഹത്തിലേക്ക്. അത് ആദ്യം തുടങ്ങേണ്ടത് എവിടാന്ന് ഇന്ന് പറഞ്ഞത്? എവിടാ? വീട്ടിൽ. ഭർത്താവുമായിട്ട് ഏക മനസ്സോടെ ഇരിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പറയണം, അപ്പാ ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുകയാണ്, ഞാൻ അതിന് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ വിഷയവും മറ്റു വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. ഇത് ഐക്യതയില്ലാത്തടത്ത് പിശാച് വീടിനകത്ത് കയറിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഐക്യതയില്ലെങ്കിൽ ഓർത്തോ, പിശാചിന് അവകാശം പറയുന്ന ഏറ്റവും വലിയ കാര്യം ഡിവിഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലവോദിക്ക സഭയോട് പറഞ്ഞ ദൂത് പറഞ്ഞാൽ നിർത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ലവോദിക്ക സഭയുടെ പീരീഡിലായിരിക്കുന്നത്. എന്താ ലവോദിക്ക സഭയെ കുറിച്ച് ദൈവം പറഞ്ഞെന്നറിയാമോ? യേശു പറയുകയാ, അല്ലെങ്കിൽ നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ലോകമുണ്ട്, ദൈവമുണ്ട്, രണ്ടും ഒപ്പം കൊണ്ട് നടന്ന ദൈവം പറയുകയാ ഉമിണ്ണ് കളയൂന്ന്. ദൈവമക്കളെ, ഇത് വെറും ഒരു വാണിംഗ് അല്ല കേട്ടോ. പല നാളുകളായി പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ പറയുന്ന ഒരു വാക്കാ. ഹല്ലേലൂയ. മാനസാന്തരം സഭയ്ക്കുള്ളിലാ നടക്കേണ്ടത്, മാനസാന്തരം എന്നിലാ നടക്കേണ്ടത്, മാനസാന്തരം എൻ്റെ കുടുംബത്തിലാ നടക്കേണ്ടതെന്ന് ചിന്തിച്ചാൽ ഓരോ കുടുംബം മാനസാന്തരപ്പെടും. നമ്മൾ ഓരോ കുടുംബം ഉഷ്ണവാനായി വന്നാലോ സഭയ്ക്കകത്തൊരു തീ കത്തും.
എല്ലാവരും 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മളൊന്ന് ആത്മാവിൽ ഒരു 2 മിനിറ്റ് ആരാധിക്കാൻ പോവുക. എന്തിനു വേണ്ടിയാണെന്നറിയോ? സഭയുടെ ഐക്യതയെ കെടുത്തുന്ന നമ്മുടെ നേതൃത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രികാലം എന്നോടൊരു ദൂത് സംസാരിച്ചു. ഹല്ലേലൂയ. വീടിനകത്ത് ഐക്യത വെളിപ്പെട്ട് കഴിഞ്ഞാൽ, സഹോദരിമാരുടെ ഇടയിൽ ഐക്യത വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ വലിയവളോ നിങ്ങൾ വലിയവളോ എന്നല്ല, നമ്മൾ ഒന്ന്, ക്രിസ്തുവിൽ ഒന്ന്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഇന്നൊന്ന് ഒരുമിച്ച് കൂടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുക. കുറ്റം പറയാനല്ല നമ്മുടെ നാവിനെ തന്നത്, മറ്റുള്ളവരെ വിധിക്കാനല്ല നാവിനെ തന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഏക മനസ്സോടെ, ഏക ആത്മാവോടെ, ഏക മിഷൻ. എന്താ മിഷൻ അറിയാമോ? ഹല്ലേലൂയ. സഭയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഡിവിഷൻസ്, കുടുംബത്തിനകത്ത് കയറിയിരിക്കുന്ന ഡിവിഷൻസ്, തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് പകൽക്കാലം അത് അഴിഞ്ഞു മാറണം. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ആത്മാർത്ഥമായിട്ട് അത് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പനേരം ഒന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ഡിവിഷൻസ്, ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുന്ന ഡിവിഷൻസ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവദാസന്മാർക്കെതിരെ ഹല്ലേലൂയ എഴുന്നേൽക്കുന്ന നാവുകൾ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എഴുന്നേൽക്കുന്ന അദർശ്യ ശക്തികളെ ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മാവിൽ അതിനെ പൊട്ടിക്കാൻ പോവുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഐക്യതയെ കെടുത്തിക്കളയുന്ന, സമാധാനത്തെ കെടുത്തിക്കളയുന്ന, സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന, തലമുറകളും മാതാപിതാക്കളെ തമ്മിൽ തെറ്റിക്കുന്ന ദുരാത്മശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ അഴിക്കുകയാ. അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ മടങ്ങി വരട്ടെ. ഞങ്ങളുടെ തലമുറകൾ മടങ്ങി വരട്ടെ. ഞങ്ങളുടെ ഐക്യതക്കേടുകളാണ് അതിന് തടസ്സമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ. ഹല്ലേലൂയ. പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ പരസ്പരം കുറ്റം പറയാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ കുറ്റം പറയാതെ, എൻ്റെ കുറവാന്ന് ഞാൻ ഏറ്റു പറയുന്നു. എത്ര പേരൊന്ന് സമർപ്പിക്കാം? അപ്പം എൻ്റെ കുറവാ ഈ വിഷയത്തിൻ്റെ തടസ്സം, എൻ്റെ വീടിനകത്തെ വിഷയത്തിന് തടസ്സം എൻ്റെ കുറവാ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഭർത്താവിൻ്റെ കുറവും മക്കളുടെ കുറവും പറയും, പാസ്റ്റർമാരെ കുറ്റം പറയും, സഭയുടെ വളർച്ചയ്ക്ക് തടസ്സം അവരാന്ന് പറയും. എന്നാൽ ഇന്ന് പറയേണ്ടത് അവരല്ല, കർത്താവേ, ഞാനാ, എൻ്റെ പ്രാർത്ഥനയുടെ കുറവാ. ദൈവമക്കളെ, തുറന്ന് ഞാൻ പറയുക, നമ്മുടെ സഭാ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം വീണ്ടും പറയുക, സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അക്സ, നീ എന്നെങ്കിലും സഭാ നേതൃത്വത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നിവിടെ സമ്മതിക്കുക, ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടില്ല. വെറും ഒരു വാക്കി നിർത്തും, ഞങ്ങളുടെ സഭയിലെ നേതാക്കന്മാർക്ക് വേണ്ടി. ഇന്ന് ഞാൻ ആ കുറവ് ഏറ്റുപറയുക. ഇവിടെ എത്ര പേര് ഹല്ലേലൂയ ഐക്യതയോടുകൂടെ നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാ? അധിക നേരം ഒന്നും എടുക്കത്തില്ല. ഒരു ദിവസം ചിലപ്പോൾ 1 മണിക്കൂർ, അല്ലെങ്കിൽ 10 മിനിറ്റ്. ജാതികൾ നമ്മളെ ദുഷിക്കാതിരിക്കേണ്ടതിന്, ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് സഭ ഐക്യതയിലേക്ക് മടങ്ങി വരണം. അടുത്ത ജനറേഷൻ കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ ആ മാനസാന്തരം എന്നിൽ നടക്കണം, അതെൻ്റെ കുടുംബത്തിൽ നടക്കണം. എന്നാൽ മാത്രമേ സഭ വളരത്തുള്ളൂ, എന്നാൽ മാത്രമേ ദൈവദാസന്മാരും ഐക്യതയിലേക്ക് വരത്തുള്ളൂ. ഇന്ന് ഒരു ദൗത്യം ദൈവം ഏൽപ്പിക്കുക. എന്താണെന്നറിയാമോ? 1 accord, 1 spirit, 1 mission. എന്താ മിഷൻ എന്നറിയോ? കർത്താവ് ഈ പുതിയ വർഷം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ അടുത്ത NRI കോൺഫറൻസ് കൂടുന്നതിനിപ്പുറം ഞങ്ങളുടെ സഭകളിൽ ഐക്യതയുടെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ഞങ്ങൾക്ക് കുടുംബമായി, സഭയായി, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി രാജ്യങ്ങളിലേക്ക് പോയി അനേകരെ നേടുവാനുള്ളൊരു ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ അങ്ങനെ ചെയ്യാത്തവർ ഇന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് പറയുക, ലവോദിക്ക സഭയോട് പറഞ്ഞതുപോലെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. അവൻ പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ നിങ്ങൾ എവിടെ ആയിരിക്കും? അവനവൻ ചോദിക്കുക. ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ പുറമേയുള്ള പെർഫോമൻസ് അല്ല നോക്കുന്നത്, ഇൻറ്റൻഷൻ ബിഹൈൻഡ് എവ്രിതിങ് ദാറ്റ് യു ഡു. ആകയാൽ ഉണരാം, മടങ്ങി വരാം, മാനസാന്തരത്തിനൊത്തുള്ള ഫലം കായ്ക്കാം. ഇല്ലെങ്കിൽ കോടാലി മരത്തിൻ്റെ ചവിട്ടി വെച്ചേക്കുക.
മടങ്ങി വരാൻ വാണിങ് തന്നിട്ടും മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്തോ, കൈവിടപ്പെട്ടു പോകും കേട്ടോ, കൈവിടപ്പെട്ടു പോകും. ഞാൻ വെറും ഒരു സാധാ ഒരാളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ വലിയ ആളൊന്നും അല്ല, ഞാൻ വലിയ പ്രാസംഗിയൊന്നും അല്ല. പക്ഷെ കഴിഞ്ഞ നാളുകൾ ദൈവം തന്ന ആത്മഭാരത്തിന് ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്നത്. എന്നെ ദൈവം ഏൽപ്പിച്ച ദൂത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ചുമതല, എൻ്റെ ചുമതല ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഐക്യതയിലേക്ക് മടങ്ങി വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.